ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങാൻ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് നിത്യവഴുതനങ്ങ മെഴുക്ക് വരട്ടി വയ്ക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നിത്യവഴുതനങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മെഴുക്ക് വരട്ടി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം കേട്ടോ. അപ്പോൾ ഒരുപാട് മൂത്തത് എടുക്കാണ്ട് ഇളമായിട്ടുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ മൂത്തതിൻ്റെ മുകളിലത്തെ ഭാഗം കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ആ പച്ച കളറുള്ളത് മാത്രം എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ലത് നോക്കി എടുത്തിട്ട് കേട്ടോ. മൂക്കാത്തതാണെങ്കിൽ ഫുള്ള് എടുക്കാൻ നമുക്ക് മൂത്തതിൻ്റെ അടിഭാഗത്ത് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള വേപ്പില എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പിടി തേങ്ങ ചിരകിയിട്ടുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ചീനച്ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ചീനച്ചട്ടി നന്നായിട്ട് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും വേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലാണ് ഞാനിത് വാട്ടിയെടുക്കണേ കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിക്കണവർക്ക് കടുക് ഇടാം കേട്ടോ ആദ്യം. അപ്പോൾ ഞാനിതിൽ ഇടുന്നില്ല. ഇനി അത് നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം കേട്ടോ. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം. അതിനുശേഷം അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ ഞാൻ ഒരു പിടി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള നിത്യവഴുതനങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്യണമെന്നില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നിത്യവഴുതനങ്ങ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കൂടുതൽ വേവിച്ചെടുക്കാം, അത് നന്നായിട്ട് റെഡി ആവുന്ന വരെ കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. 2-3 തവണ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴേക്കും നിത്യവഴുതനങ്ങ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് നിത്യവഴുതനങ്ങ നല്ല രുചികരമായിട്ട് ഉണ്ടാക്കാവുന്നുള്ളൂ കേട്ടോ. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. നല്ല ഗുണങ്ങളുള്ളതാണ് നിത്യവഴുതനങ്ങ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. വീട്ടിലൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.